ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓവനും ഗ്രില്ലൊന്നും യൂസ് ചെയ്യാതെ അൽഫാമിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെയാണ് തവയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ചിക്കൻ ചേർക്കാത്ത പ്ലെയിൻ മന്തി റൈസുമാണ് ഉണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. 1.5 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. റൈസ് വൈറ്റ് സെല്ലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാത്രത്തിന് അരി എടുത്താൽ 2 പാത്രം വെള്ളമാണ് നമ്മൾ സാധാരണ എടുക്കാറ്. അപ്പോൾ അതിലിപ്പം കുക്കറിലിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു പാത്രത്തിന് 1.5 പാത്രം വെള്ളമാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി ഇതൊന്ന് അരമണിക്കൂർ ഒന്ന് കുതിർത്തിയെടുക്കണം. അരമണിക്കൂർ കുതിർത്തിയതിൻ്റെ ശേഷം അത് വേവിക്കുന്നത്. ഈ 3 തക്കാളിയും 4-5 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് പുതിന, ഇതൊന്ന് നല്ലോണം അരച്ചിട്ട് പേസ്റ്റാക്കി എടുക്കുക. നമ്മളത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക്, പട്ട, ഏലക്ക, ഗ്രാമ്പു, ബേ ലീഫ്, പിന്നെ ഒരു 3 ഉണക്കനാരങ്ങ. ഈ ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലേക്ക് ഒരു 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി അത് ചൂടായി വരുമ്പോൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഇതിലേക്കൊരു 4 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ചേർക്കാത്ത കാരണം 4 ക്യൂബ് ഇടുന്നുണ്ട്. 4 ക്യൂബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് കൂടി ചേർത്തിട്ട് ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുക. ഈ കുറച്ച് വെച്ചതിൻ്റെ ശേഷം കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ അളക്കുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളം കണക്കാക്കി എടുക്കുക. നമ്മൾ നേരത്തെ അളന്ന് വെച്ചിട്ടുള്ള തിളപ്പിച്ച വെള്ളം ഒഴിച്ചെടുക്കുക. തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഫ്ലെയിം കൂട്ടി കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉണക്കനാരങ്ങ ഒന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മന്തി മസാലയാണ്. 1 ടേബിൾ സ്പൂൺ മന്തി മസാല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 5-6 പച്ചമുളക് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിൽ ഇനി ഒരു വിസിൽ വന്നാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലത്തെ ഫുള്ള് എയർ പോയതിന് ശേഷം തുറന്ന് നോക്കാം. അതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇനി ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കണലിട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് അടച്ച് വെക്കാം. ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മന്തിയുടെ അതേ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. പുക വരുന്നതിൻ്റെ മുന്നേ തന്നെ ഒന്ന് അടച്ച് വെക്കാം. കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്ക് തുറന്നിട്ടെടുക്കാം.
നമ്മൾ അൽഫാമിന് വേണ്ടിയിട്ട് മസാല കൂട്ടി വെച്ചതാണ്. ഇനി ഇത് തവയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഗ്രില്ലില്ലാതെ ഇങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അൽഫാമിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കുന്നതൊക്കെ ഞാൻ അൽഫാമിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് ചട്ടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ചട്ടി നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്ക് ചിക്കൻ്റെ പീസുകൾ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതും ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 2 മിനിറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു കുഴിയുള്ള മൂടി കൊണ്ട് അടച്ചു വെക്കാം. ഈ ചിക്കനിൽ തട്ടാത്ത തരത്തിലുള്ള ഒരു മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം. തവയിൽ വെക്കുമ്പോൾ കുറച്ച് സമയം പിടിക്കും കേട്ടോ. അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ എടുത്തിട്ടോ ഇത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു ചട്ടകം കൊണ്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി അത് പിന്നെയും മറിച്ചിട്ടതിന് ശേഷം ഒന്നും കൂടി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഇടിച്ചിട്ടുള്ള ചിക്കനാട്ടോ അത്. കല്ല് വെച്ചിട്ട് നന്നായിട്ട് ഇടിച്ചിട്ടുണ്ട്. ഇടിച്ചെടുത്ത ചിക്കൻ ആവുകൊണ്ട് നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല സോഫ്റ്റും ഉണ്ടാവും. അപ്പോൾ ഞാനിത് തലേ ദിവസം രാത്രി മസാല പുരട്ടി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സമയം വെച്ചാൽ നല്ല മസാല പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അടച്ച് വെച്ചുകൊണ്ട് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലും കൂടി കിടന്നിട്ടാണ് ഈ ചിക്കന് വെന്ത് കിട്ടുന്നത്. ഈ ഒരു 4 പീസ് മാത്രമേ ഞാൻ തവയിൽ ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ ഞാൻ ഗ്രില്ലിൽ ചെയ്തിട്ടാണ്. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടൊന്നിങ്ങനെ കുത്തി കൊടുക്കുന്നത് നന്നായിരിക്കും. അൽഫാമിൻ്റെ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കാണുക. ഇതിൽ ചേർത്ത മസാലയുടെ റെസിപ്പിയൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ പറയാത്തത്. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അൽഫാമിൻ്റെ അതേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് പുകച്ചെടുക്കണം. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കനലെടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനിതിൽ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ ചേർക്കാത്ത മന്തി റൈസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഗ്രില്ലിൽ ചെയ്തെടുത്ത അൽഫാമാണ് ഈ 2 പീസ്. ഇതൊക്കെ നമ്മൾ നേരത്തെ തവയിൽ ചെയ്തെടുത്തത്. രണ്ടും തമ്മിൽ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ തവയിലുള്ളത് കുക്കായി കിട്ടാൻ കുറച്ച് താമസമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.